സൺഡേ ടൂറിസത്തിനൊക്കെ വരുന്നത് ഇനിയാണെങ്കിൽ നമുക്ക് ട്രക്കിംഗ് പോകാൻ ഇഷ്ടമാണ്. വളരെ അഡ്വഞ്ചർ ട്രക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഫേമസ് ആയ നാസിക്കിലെ ഹരിയർ ഫോർട്ടിനെ കുറിച്ചാണ് ഞാൻ എന്തായാലും പറയുന്നത്. നമുക്ക് ഇവിടെ ഹരിയർ ഫോർട്ടിലേക്ക് എങ്ങനെ കേരളത്തിൽ നമുക്ക് മംഗള യശോദയ എക്സ്പ്രസ് നമുക്ക് ട്രെയിനിനൊക്കെ പോകാൻ സാധിക്കും. അവിടെ നാസിക്കിലെത്താൻ സാധിക്കും. അവിടെ നമ്മൾ തൊട്ട് പോയത് ബസ് സ്റ്റാൻഡ് നമുക്ക് പോയിട്ട് നമുക്ക് ത്രിമ്പകേശ്വർ ബസ്സിൽ നമുക്ക് പോകണം. അവിടെ ത്രിമ്പകേശ്വർ ബസ്സിൽ നമുക്ക് 35 കിലോമീറ്റർ സമയം തേച്ചിട്ടാണ് ത്രിമ്പകേശ്വർ എത്തുന്നത്. അവിടുന്ന് ഫേമസ് ആയ ശിവൻ്റെ മകളുണ്ട് ത്രിമ്പകേശ്വറിന്. അവിടുന്ന് നമുക്ക് റൂമുകളൊക്കെ അവൈലബിൾ ആണ്. വളരെ റേറ്റ് കുറവിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഹരിയർ ഫോർട്ടിലെത്തുന്നത് രണ്ട് വഴികളുള്ളൂ. ഒന്ന് നിർഗുഡവാടി, രണ്ട് ഹർഷണവാടി. നമുക്ക് 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സിയിൽ ഒരു ഓട്ടോയിൽ പോകാൻ പറ്റും. നമ്മൾ രാവിലെ കൊണ്ടുപോയിട്ട് തിരിച്ച് അതുപോലെ നമ്മൾ ട്രക്കിംഗ് നമ്മൾ തിരിച്ച് കൊണ്ടാക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഹരിയർ ഫോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രി ഫീ അടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല കയറി. അത് 80 ഡിഗ്രി ചരിവിലാണ് ഈ ഹരിയർ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും അഡ്വഞ്ചർ ട്രക്കിംഗ് പ്ലേസാണ് ഹരിയർ ഫോർട്ട്. അതായത് മഹാരാഷ്ട്രയിൽ തന്നെ നാസിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. കാരണം നമുക്ക് വളരെ ഗ്രിപ്പുള്ള ഷൂസുകൾക്ക് ധരിച്ചു വേണം പോലെ തന്നെ പരമാവധി വെയിറ്റ് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കയറാൻ സാധിക്കും. മുകളിൽ അടിപൊളി വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതായത് അത്രയും അതിമനോഹരമായ ഒരു പ്ലേസും കൂടെയാണ് ഹരിയർ ഫോർട്ട്. അതുപോലെ തന്നെ ട്രക്കിംഗ് കയറി പോകാനാണ് തിരിച്ച് നമുക്ക് പോയി കയറാനും പറ്റും. ഒന്ന് സൂക്ഷിച്ച് കയറി മാത്രം മതി. എനിക്ക് ട്രക്കിംഗ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പറ്റി ഞാൻ ഇവിടെ ഹരിയർ ഫോർട്ടിൽ ഒരു ബ്ലോഗ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്ടമാണ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ബോളിലേക്ക് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇത് നോക്കിച്ചിരിക്കുക. അപ്പോൾ ലഭ്യമായ ബസ്സുകൾ